നമസ്കാരം. തൃശൂർ പൂരം സംബന്ധിച്ച അന്വേഷണം പ്രഖ്യാപനത്തിൽ മാത്രം ഒതുക്കിയ പിണറായി സർക്കാരിനെ വെട്ടിലാക്കി അന്വേഷണം നടക്കുന്നില്ല എന്ന വിവരാവകാശ വിവരം പുറത്തുവിട്ട ഡിവൈഎസ്പിയെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് തലയൂരിയിരിക്കുകയാണിപ്പോൾ. പിണറായിയുടെ നടപടി തനിക്കെതിരെ വാളോങ്ങിയ CPIയുടെ മുഖത്ത് അടി കൊടുക്കണമെന്ന ലക്ഷ്യം വെച്ച് തന്നെയാണ് തൃശൂർ പൂരം കലക്കിയതിനെക്കുറിച്ചുള്ള അന്വേഷണം പ്രഖ്യാപനത്തിൽ ഒതുക്കി സർക്കാർ അട്ടിമറിച്ചതിന്റെ തെളിവായി വിവരാവകാശ രേഖകൾ പുറത്തു വന്നതോടെ പിണറായി സർക്കാർ വെട്ടിലാവുകയായിരുന്നു. അന്വേഷണം നടക്കുന്നതായി അറിവില്ല എന്ന് പോലീസ് ആസ്ഥാനത്ത് നിന്നുള്ള വിവരാവകാശ മറുപടി ഏറെ ചർച്ചയും വിവാദവുമായി. അന്വേഷിച്ചിട്ടില്ല എന്ന് തൃശൂർ സിറ്റി പോലീസും ഒരു മാധ്യമത്തിന്റെ ചോദ്യത്തിന് മറുപടി നൽകി. ഇതോടെ അന്വേഷണം നടക്കുന്നുവെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയും CPM-ഉം CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളെ പറ്റിക്കുകയായിരുന്നു എന്ന സംശയം ബലപ്പെട്ടു. ഇതിനെ തുടർന്നാണ് ഊരാക്കുടുക്കിൽ നിന്ന് തലയൂരാനായി ഈ ഡിവൈഎസ്പിയെ പൊടുന്നനെ തന്നെ സസ്പെൻഡ് ചെയ്തത്. തൃശൂർ പൂരം കലക്കൽ വിവാദത്തിൽ വിവരാവകാശ പ്രകാരം മറുപടി നൽകിയത് ഗുരുതര പരാമർശത്തോടെയുള്ള റിപ്പോർട്ടാണെന്നാണ് വിവരം. പോലീസ് ആസ്ഥാനത്തെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും NRI സെൽ ഡിവൈഎസ്പിയുമായ MS സന്തോഷിനെ അടിമുടി കുറ്റപ്പെടുത്തുന്നതാണ് ഈ റിപ്പോർട്ട്. ഈ സാഹചര്യത്തിലാണ് പോലീസ് ആസ്ഥാനത്തെ വിവരാവകാശ ഓഫീസർക്കെതിരെ പിണറായി വിജയൻ നടപടിയെടുത്തിരിക്കുന്നത്. ഡിവൈഎസ്പി MS സന്തോഷിനെ സസ്പെൻഡ് ചെയ്തത് പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടാണ്. അച്ചടക്ക നടപടി സ്വീകരിക്കുന്നതിനും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുന്നതിനും മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയത്. ഡിവൈഎസ്പിയുടെ നടപടി തെറ്റായ വാർത്ത പ്രചരിക്കാൻ കാരണമാക്കിയെന്നാണ് DGPയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. വിവരാവകാശ ചോദ്യം തൃശൂരിലേക്ക് അയച്ചത് തെറ്റാണ്. പൂരം കലക്കൽ വിവാദവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്ന വിവരം അറിയാമായിരുന്നിട്ടും അത് മറച്ചുവെച്ചു. അപേക്ഷ ലഭിച്ച് മറുപടി നൽകാൻ 30 ദിവസം ബാക്കിയുണ്ടായിട്ടും തൊട്ടടുത്ത ദിവസം തന്നെ മറുപടി നൽകിയെന്നതിൽ ജാഗ്രത കുറവുണ്ടായി എന്നും DGPയുടെ റിപ്പോർട്ടിൽ പറയുന്നു. തൃശൂർ പൂരം സംബന്ധിച്ച അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരാവകാശ അപേക്ഷയാണ് തെറ്റായ മറുപടി നൽകി സർക്കാരിനും പോലീസ് സേനയ്ക്കും കളങ്കമുണ്ടാക്കിയെന്ന് കണ്ടതിനെ തുടർന്ന് നടപടിയെടുത്തത്. ഇങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വിശദീകരണം. എന്നാൽ വിവരാവകാശ രേഖ തൃശൂർ കമ്മീഷണർക്ക് അയച്ചു നൽകിയിരുന്നു എന്നാണ് പറയുന്നത്. സത്യത്തിൽ തൃശൂർ കമ്മീഷണർ അന്വേഷണം ഒന്നും നടത്തുന്നില്ല. എന്നാൽ അന്വേഷണ കാര്യം അവിടെയുള്ളവർക്കും അറിയാം. അവിടെ നിന്നും ഒന്നും നടക്കുന്നില്ല എന്ന മറുപടിയാണ് തിരികെ ലഭിച്ചത്. ഇക്കാര്യത്തിലും അന്വേഷണം നടക്കും. ഈ പിഴവും സർക്കാർ ഗൗരവത്തിൽ തന്നെ എടുത്തിട്ടുണ്ട്. പോലീസ് ആസ്ഥാനത്തെ ഡിവൈഎസ്പിയുടെ മറുപടി ഞെട്ടലായി എന്ന തരത്തിലാണ് പോലീസ് മേധാവിയുടെ റിപ്പോർട്ട്. സുപ്രധാന ചോദ്യമായിരുന്നിട്ട് പോലും ഉയർന്ന ഉദ്യോഗസ്ഥരുമായി യാതൊരു വിധത്തിലുള്ള ചർച്ചയും നടത്താതെയാണ് ഈ ഡിവൈഎസ്പി ഒരു മാധ്യമത്തിന് മുന്നിൽ മറുപടി നൽകിയത്. എന്തിന് ഇത്രയും വേഗം ഇങ്ങനെയൊരു മറുപടി നൽകാൻ തിടുക്ക് കാട്ടിയെന്നും ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നും സർക്കാർ സംശയിക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടന്ന പൂരം ചരിത്രത്തിലാദ്യമായി പോലീസ് ഇടപെടലിലൂടെ അലങ്കോലപ്പെട്ടപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി അന്ന് വിവാദങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഏപ്രിൽ 21-ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നിറക്കിയ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്: തൃശൂർ കമ്മീഷണറെ മാറ്റും. പോലീസിന്റെ നടപടികൾക്കെതിരായ പരാതികൾ സംസ്ഥാന പോലീസ് മേധാവി അന്വേഷിക്കും. ഒരാഴ്ചയ്ക്കകം തന്നെ റിപ്പോർട്ട് നൽകും. ഈ വാക്ക് വിശ്വസിച്ച CPI നേതാക്കൾ അന്നു മുതൽ അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു വരികയാണ്. ഇതിനിടെയാണ് വിവരാവകാശം പുറത്തു വന്നത്. ആരോപണ വിധേയനായി നിൽക്കുന്ന ADGP MR അജിത് കുമാറിനായിരുന്നു കേസിന്റെ അന്വേഷണ ചുമതല. ADGPയുടെ RSS കൂടിക്കാഴ്ച പുറത്തു വന്നതിനാലാണ് അന്വേഷണം എന്തായി എന്ന ചോദ്യം ശക്തമായത്. പൂരം മുടങ്ങിയതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭ്യമാക്കാമോ? ഈ കാര്യങ്ങളാണ് പോലീസ് ആസ്ഥാനത്ത് നൽകിയ വിവരാവകാശ ചോദ്യത്തിൽ ഉന്നയിച്ചിരുന്നത്. എന്നാൽ ഇങ്ങനെയൊരു അന്വേഷണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇവിടുത്തെ ഓഫീസിൽ ഇല്ല എന്നായിരുന്നു ഇതിന് ലഭിച്ച മറുപടി. ഇതോടെ DGP അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണത്തെക്കുറിച്ച് പോലീസ് ആസ്ഥാനം പോലും അറിഞ്ഞിട്ടില്ല എന്ന് വിവരാവകാശത്തിലൂടെ വ്യക്തമായി. തൊട്ടു പിന്നാലെയാണ് തൃശൂർ പോലീസിന്റെ മറുപടി കൂടി ലഭിക്കുന്നത്. പൂരം മുടങ്ങിയതിനെക്കുറിച്ച് അന്വേഷിക്കുകയോ റിപ്പോർട്ട് നൽകുകയോ ചെയ്തിട്ടില്ല എന്നും അതിനാൽ പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുള്ളതായി കണ്ടെത്തിയിട്ടില്ല എന്നുമായിരുന്നു തൃശൂരിൽ നിന്നുള്ള അതിവേഗമായ മറുപടി. എങ്ങനെ ഉത്തരം നൽകിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നാണ് സർക്കാർ ഇപ്പോൾ സംശയിക്കുന്നത്.
ഇക്കാര്യത്തിലും ഇനി വിശദമായ അന്വേഷണം ഉണ്ടാവുക തന്നെ ചെയ്യും.